ഞാൻ ചോദിച്ചു നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറയുന്നത് മോഹൻലാൽ സാറിനെയാണോ ഉദ്ദേശിച്ചത്? ഒരതെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആക്ടേഴ്സിലുള്ള ഒരാളെ നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളുടെ കൂടെ സിനിമ ചെയ്യാൻ താല്പര്യമില്ല. ഫൈനൽ ഔട്ട് കണ്ടതിന് ശേഷം ലാൽ സാറിനോട് ചോദിച്ചു മോനെ ഒരു സീൻ കൂടി എനിക്ക് തരാഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത്രയും ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ആ സിനിമ ഇഷ്ടപ്പെട്ടു. ലാൽ സാറിൻ്റെ മകള് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുട്ടി. കാരണം ഇങ്ങനത്തെ ഒരാളാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായാൽ പടം ഹിറ്റാവും. ആ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ആള് ശരിക്കും നല്ലൊരു ആക്ട്രസ്സാണ്. ഈ ലാൽ സാറിൻ്റെ ജീൻ ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. അത് ഞാൻ മലയാളത്തിൽ ഒരു കമാൻഡിങ് പവർ വന്നു കഴിഞ്ഞാൽ ഉഗ്രൻ കഥാപാത്രങ്ങൾ കാണാൻ പറ്റും. ജൂഡ് പറഞ്ഞ വൺ ലൈനിലാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ആ വൺ ലൈൻ എന്തായിരുന്നു പറയാൻ പറ്റുക? അത് ഒരു ഫാമിലി, നല്ലൊരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിനെ കുടുംബം എങ്ങനെ നേരിടുന്നു, ഇതാണ് വൺ ലൈൻ. ദൃശ്യത്തിന്റെ വൺ ലൈൻ എല്ലാ സിനിമകളുടെയും വൺ ലൈൻ അതൊക്കെ തന്നെ ആയിരിക്കും. സാറിനോട് ഇതാരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു ഈ കഥാപാത്രം. അപ്പം ഞാൻ അങ്ങോട്ട് വെറുതെ പറഞ്ഞു എനിക്ക് ലാൽ സാർ ചെയ്താൽ ഓക്കെ ആയിരിക്കും. കാരണം എനിക്കറിയാം ആശീർവാദിന്റെ സിനിമകളിലെല്ലാം അദ്ദേഹം ഉണ്ടാവും, എങ്ങനെയെങ്കിലും അദ്ദേഹം ഉണ്ടാവും. അനുചേട്ടൻ ഞാൻ അതൊന്ന് പൊലിപ്പിച്ചോട്ടെ ചെയ്തോ മോനെ എന്ന് പറഞ്ഞാൽ പൊലിപ്പിച്ച് ഞാൻ വീണ്ടും പോയി പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമായി. അദ്ദേഹം പടത്തിലുണ്ട്, ഒരു 10 മിനിറ്റോളം സിനിമയിലുണ്ട്. എല്ലാ മലയാളികളും ഒരു ദിവസമെങ്കിലും ലാൽ ഏട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. കാരണം അത്രയും പോസിറ്റീവ് എനർജിയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ആർക്കും കയറ്റാനും പറ്റില്ല. ലാൽ സാറിനും മായയ്ക്കും ചേച്ചിക്ക് എല്ലാവർക്കും ആ പടം ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് അനുചേട്ടൻ ഞാൻ പണ്ട് കഥകൾ പറയുന്ന സമയത്ത് ഓരോ കഥ ഞാൻ പറയുമല്ലോ. അപ്പോൾ ആ കഥ കേട്ടിട്ട് പുള്ളി ഇങ്ങനെ ഓം ശാന്തി ഓശാനെ പോലൊരു വലിയൊരു നല്ലൊരു സിനിമ എടുത്ത ഒരാളല്ലേ ഇതാണോ അടുത്ത? ഞാൻ ഇപ്പോൾ വൈശാഖേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2018 ഇൻഡസ്ട്രിയിൽ അടിച്ചപ്പോൾ വൈശാഖേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി മുതൽ നിന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. നിനക്ക് അവിടെ നിന്ന് വന്ന് കോള് വരും. അവസാനം നിനക്ക് വട്ടായി പോയിട്ട് എന്ത് ചെയ്യുമെന്ന് പറയാതെ നീ മറ്റേ പൊത്ത കിളിവ് നടത്തും. Star Jam presented by Kalyan Jewellers. Kalyan Jewellers Anokhi Uncut Collections. Anokhi Collections-ലെ പേസ്റ്റൽ സ്റ്റോൺ ജ്വല്ലറി സീരീസ് will go well with designer work. ഷുവർ ആയിട്ടും നിങ്ങളാകും പാർട്ടിയിലെ സ്റ്റാർ. ഇന്ത്യയുടെ 2023 ഒഫീഷ്യൽ ഓസ്കാർ എൻട്രി എടുത്ത മലയാളം ഡയറക്ടറാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് ജൂഡ് ആന്റണി. വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു. ഇപ്പം ലാലേട്ടന്റെ മകളെ ലോഞ്ച് ചെയ്യാൻ പോവാണ് സിനിമയിലേക്ക്. എന്താണ് ആ ഫീൽ? എന്താണ്? ഞാനതിനെ ലോഞ്ചിങ് എന്ന് പറയില്ല. ഇത് ആക്ച്വലി 2020 കോവിഡ് സമയത്താണ് വിശാഖ് സുബ്രഹ്മണ്യം, നമ്മുടെ മെർലാൻ സ്റ്റുഡിയോസിന്റെ വിശാഖ് സുബ്രഹ്മണ്യം എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു എടാ സുയി ചേച്ചി കൂടെ ഉണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. ചേച്ചി എന്നെ സംസാരിച്ചു. ഞാനായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ മായയ്ക്ക് ഇങ്ങനെ അഭിനയിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, അപ്പം ജൂഡിൻ്റെ കയ്യിൽ എന്തെങ്കിലും കഥകളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കഥയൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ശരിക്കും 2018 ഷൂട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് ക്യാൻസലായി പോയി. പിന്നെ ഞാൻ സാറാസ് ഞാൻ ചെയ്യാൻ പോണേ ഉള്ളൂ ആ സമയത്ത്. അങ്ങനെ സാറാസിൻ്റെ കഥ വന്നു. ഞാൻ അത് സ്ക്രിപ്റ്റ് എഴുതി ആ പടം ചെയ്തു, ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ചേച്ചി നേരിട്ട് കണ്ടു. ചേച്ചി കൊച്ചി വന്നപ്പോൾ നേരിട്ട് കണ്ടു. ഞാനൊരു കഥ പറഞ്ഞു. ആ കഥ ചേച്ചിക്ക് ആദ്യം അതിൻ്റെ ഒരു വൺ ലൈൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് സ്ക്രിപ്റ്റായിട്ട് അങ്ങനെ വന്നില്ല. ഞാൻ അതിനുള്ള പണിയൊന്നും എടുത്തില്ലായിരുന്നു. പിന്നെ ഞാനത് വിട്ടു. പിന്നെ ഞാൻ 2018 സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. ചേച്ചി ഞാനായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കും ഇങ്ങനെ. പിന്നെ ഞാൻ വേറെ കഥ പറഞ്ഞു. ചേച്ചിക്ക് അത് ആദ്യം അങ്ങനെ വർക്കായില്ല, പിന്നെ അത് വിട്ടു. പിന്നെ ഞാൻ ഈ 2020 സമയത്ത് എൻ്റെ കയ്യിൽ വന്ന കുറേ തിരക്കഥകളിൽ ഒരു 3 ഞാൻ സിനിമയാക്കാൻ വെച്ചിരുന്നത്. അതിൽ ഒന്ന് സാറാസായിരുന്നു, 2 ആശകളായിരുന്നു. അത് ഞാൻ പ്രൈത്തേട്ടന് കൊടുത്തു ആ സ്ക്രിപ്റ്റ്. അരവിന്ദ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞ പുതിയൊരു എഴുത്തുകാരനായിരുന്നു. പിന്നെ 3ാമത്തെ കഥയായിരുന്നു ഇത്, ലിനീഷ് നെല്ലിക്കൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കഥയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് മാത്രമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായുള്ളൂ. സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ആ കഥ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് ഗംഭീര പരിപാടിയാണ്, ഇതിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അത് 2023 നമ്മുടെ 2018 ഇറങ്ങിയ സമയത്ത് എന്താണ് ഞാനത് പറഞ്ഞത്. പിന്നെ ഞാനിങ്ങനെ എഴുതി അങ്ങനെ ഒരു പറ്റിയൊരു എനിക്കങ്ങ് സ്പീഡിൽ എഴുതാൻ പറ്റുന്നില്ല. ഒരു അങ്ങനെ അപ്പം ഞാൻ കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതുപോലെ വീണ്ടും ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു ഇങ്ങനെ എഴുത്തുകാർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അഖിൽ കൃഷ്ണ എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ എഴുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് വരാൻ പറഞ്ഞു. വീണ്ടും പോസ്റ്റ്. അങ്ങനെ അഖിലിൻ്റെ അടുത്ത് ഞാൻ ഈ കഥ പറഞ്ഞു. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെയാണ്, സെക്കൻഡ് ഹാഫ് ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ അഖിൽ വളരെ പെട്ടെന്ന് എഴുതി 1 മാസത്തിനുള്ളിൽ അവൻ എഴുതി തന്നു. അതിൽ കുറച്ച് കറക്ഷനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഫുൾ സ്ക്രിപ്റ്റായി. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയി പറഞ്ഞു ഇതാണ് പരിപാടി. അപ്പോൾ അനുചേട്ടനോടൊന്ന് പറയുമെന്ന് ചോദിച്ചു. അനുചേട്ടനോട് പറഞ്ഞു. അനുചേട്ടൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അനുചേട്ടൻ അതിൽ ചെറിയ സജഷൻ പറഞ്ഞു. അത് വർക്ക് ചെയ്ത് തന്നപ്പോൾ നല്ല ഗംഭീര പരിപാടി ആയി എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ആക്ച്വലി കഥാപാത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. സിനിമയും വളരെ
ജെന്യൂൻ ആയിട്ടുള്ള ഒരു സിനിമയാണ്. നമ്മളൊരു ഒരാൾക്ക് വേണ്ടി മാറ്റി എഴുതിയോ ഒരാൾക്ക് വേണ്ടി എഴുതപ്പെടുകയോ ചെയ്തതല്ല. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കഥയിലേക്ക് മായ വരുമായിരുന്നു. അപ്പൊ വിസ്മയ മോഹൻലാലിന്റെ ലാലേട്ടന്റെ മകളുടെ ആദ്യത്തെ പടം ആദ്യത്തെ പടം അങ്ങനെ പറയാം. അതാണ് കറക്റ്റ്. അതെ. കുറെ കാലം കഥ പറഞ്ഞു, പിന്നെ എഴുത്ത് നടന്നു. അപ്പം ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ വിസ്മയ മോഹൻലാലായിരുന്നു മനസ്സിലല്ലേ? അതെ. വിസ്മയ്ക്ക് വേണ്ടി തന്നെ എഴുതി. ഓൾറെഡി എഴുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മായ കണ്ടത് പോലും. ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയതിന് ശേഷമാണ് ഞാൻ ഒരു ദിവസം ചേച്ചി വിളിച്ചു പറഞ്ഞു എനിക്കൊന്ന് മായ കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ മായ തായ്ലൻഡിലായിരുന്നു ആ സമയത്ത്, വന്നു ചെന്നൈയിൽ വന്നു. ഞാൻ നേരിട്ട് പോയി കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി. കാരണം ലാൽ സാറിൻ്റെ മകള് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കുട്ടി, ഭയങ്കര ജെന്യുവനാണ് ആള്. അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഈ ക്യാരക്ടറാണ് നമ്മുടെ പടത്തിന് നല്ലത്. കാരണം ഇങ്ങനത്തെ ഒരാളാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായാൽ പടം ഹിറ്റാവും. കാരണം ആ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. അതിനുശേഷം ഞാൻ മായയുടെ അടുത്ത് കഥ പറഞ്ഞു, ഇതാണ് ഫുൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. അപ്പം മായയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ മംഗ്ലീഷ് വേർഷൻ മായയ്ക്ക് അയച്ചു കൊടുത്തു. മായ വായിച്ചു. പിന്നെ ഡയലോഗ്സ് എല്ലാം പഠിച്ചിട്ട് മായ വരാമെന്ന് പറഞ്ഞു. മായ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിക്കും, ഫുള്ളായിട്ട് പഠിക്കും. അപ്പോൾ വന്ന ലൊക്കേഷനിൽ വരുന്ന സമയത്ത് എനിക്കിങ്ങനെ ചെറിയ ചെറിയ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നുള്ളൂ. ആൾ ശരിക്കും നല്ലൊരു ആക്ട്രസ്സാണ്. ഈ ലാൽ സാറിൻ്റെ ജീൻ ഉണ്ട്, ഭയങ്കരമായിട്ടുണ്ട്. അത് ഞാൻ മലയാളത്തിൽ ഒരു കമാൻഡിങ് പവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉഗ്രൻ കഥാപാത്രങ്ങൾ കാണാൻ പറ്റും. അടിപൊളി. അപ്പം വിസ്മയ മോഹൻലാൽ എന്നാണ് നമ്മളൊക്കെ പറയുന്നത്, മായ എന്നാണ് ഒരു പേര്. വിസ്മയനെ മായ എന്ന് വിളിക്കാനാണ് കൂടുതൽ എല്ലാവരും വിളിച്ച് കേട്ടിട്ടുള്ളത്. ഞാൻ സംസാരിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ മായ എന്നാണ് സംസാരിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു മായ മോഹൻലാൽ എന്നാണ് വിസ്മയുടെ ഇൻസ്റ്റാ പ്രൊഫൈൽ കിടക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ മായ എന്നാണ് ഞാൻ മായ എന്ന് പറഞ്ഞാൽ മതി. ലാലേട്ടൻ പറയുന്നുണ്ട് ഇങ്ങനെ മായക്ക് മകൾക്ക് അഭിനയിക്കാൻ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ആ സിസ്റ്റം എന്താ? അല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ഇപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നമ്മളെല്ലാം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കുട്ടികൾ വരുമെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ RJ ആണെങ്കിൽ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ കുട്ടി വരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഈ പരിപാടി ഭയങ്കര ഇഷ്ടപ്പെടുന്നു. RJ പരിപാടി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ കുട്ടി നാളെ നമ്മളോട് പറയുകയാണ് എനിക്ക് RJ ആവണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ, നീ ആവണ്ട, നീ ആയിക്കഴിഞ്ഞാൽ സൊസൈറ്റി പറയില്ലേ ഞാൻ RJ ആയതുകൊണ്ട് നിന്നെ പിടിച്ച് RJ ആക്കി. അപ്പോൾ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു മോള് വന്ന് എൻ്റെ അടുത്ത് പറയാണ്, ഇപ്പോൾ അവൾക്കൊരു 10 വയസ്സും 6 വയസ്സുള്ള കുട്ടികളാണ് എനിക്ക് പെൺകുട്ടികൾ കണ്ടത്. അവർ നാളെ വലുതായി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ് അപ്പോൾ എനിക്ക് സിനിമ നടിയാവണം എന്ന് പറയുന്ന സമയത്ത് എന്നെ കൊണ്ട് പറ്റാവുന്ന ഞാൻ ചെയ്യും. ആ സമയത്ത് ഞാൻ ഫീൽഡിലുണ്ടെങ്കിൽ, ഫീൽഡൗട്ടാവാനാണ് സാധ്യത, എന്നാൽ ഫീൽഡിലുണ്ടെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന ചെയ്യും എന്ന് പറഞ്ഞ പോലെ ലാൽ സാറിനോട് അങ്ങനെ ഒരു മോള് വന്ന് പറയുമ്പോൾ ലാൽ സാറിന് നോക്കുമ്പോൾ മറ്റൊരു പ്രൊഡ്യൂസറുടെ അടുത്ത് പോയി റിസ്ക് എടുക്കണം എന്തിനാണ്? അതൊരു പടം ചെയ്യുമ്പോൾ സ്വന്തം പ്രൊഡക്ഷൻ ഹൗസ് അവർക്ക് തന്നെയുണ്ട്. ആ ഒരു സിസ്റ്റമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ ഹൗസ് ആകുമ്പോൾ അവരുടെ കംഫർട്ടിനാണ്. അതിന് ഒരു സാമ്പത്തിക നഷ്ടം വന്നാലും ആരോടും പോയി കമ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ചോദിച്ചു, ഡോക്ടറുടെ മകൾക്ക് ഡോക്ടറാവണമെന്ന് തോന്നിയാൽ എന്താണ് കുഴപ്പം? ഒരു പോലീസുകാരൻ്റെ മകന് പോലീസുകാരനാവണമെന്ന് തോന്നിയാൽ എന്താണ്? ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൻ രാഷ്ട്രീയക്കാരനാകുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഒരു സിനിമാ നടൻ്റെ മകൾക്ക് സിനിമ നടി ആയിക്കൂടാ? അപ്പോൾ തുടക്കം അങ്ങനെയാണ്. ആ അന്വേഷണത്തിലുള്ളൊരു കോളാണ് ജൂഡിലേക്ക് എത്തുന്നത്. അത് ഞാൻ ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഇതിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ചോദിച്ചില്ല എന്തുകൊണ്ട് എന്നെ വിളിച്ചു എന്നുള്ളത്. കാരണം ഞാനങ്ങനെ എന്നിലേക്ക് വരുന്ന അവസരങ്ങൾ എന്തുകൊണ്ട് അവർ ചെയ്തു എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് ചേച്ചി ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ എൻ്റെ കൂടെ ഇരുന്ന സമയത്താണ് അവർ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞത് ജൂഡിൻ്റെ ഓം ശാന്തി ഓശാനയും സാറാസും കണ്ടിട്ടാണ് ജൂഡിനെ വിളിച്ചത്. കാരണം ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ കണ്ടതെന്ന് പറഞ്ഞാൽ അവർ അത്രയും വിശ്വാസം എന്നിൽ വെച്ചാണ്. കാരണം അങ്ങനെ ഒരു പുതിയൊരാളെ കൊണ്ടുവരുമ്പോൾ ഒരു സംവിധായകൻ അവർക്ക് ആര് വേണമെങ്കിലും വിളിക്കാം. അവർക്ക് മലയാള സിനിമയിൽ ആരെ വിളിച്ചാലും കിട്ടും. അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് അത് ഭയങ്കര ചലഞ്ചായിട്ട് തോന്നി. കാരണം എന്നെ വിശ്വസിച്ചിട്ട് അങ്ങനെ വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കും അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചലഞ്ച് എനിക്ക് പണ്ടേ പിന്നെ അതല്ല, അവരുടെ വിഷൻ കറക്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഫീമെയിൽ സെൻട്രിക് ക്യാരക്ടറാണ് വേണ്ടത്, അല്ലാതെ ഒരു നായികയായിട്ട് ലോഞ്ച് ചെയ്യണം, ഒരു നടന്റെ നായികയായിട്ട് ലോഞ്ച് ചെയ്യണം എന്നല്ലായിരുന്നു പ്ലാൻ. അതാണ് കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള ഒരു കഥയായിരിക്കണം. അതിൽ മെയിൻ കഥാപാത്രം പോലെ ആവണമെന്ന് പറഞ്ഞില്ല എന്നോട്. പക്ഷെ ഞാനാണ് പറഞ്ഞ കഥ, ഇങ്ങനൊരു കഥയുണ്ട്, അതിൽ മായ വന്നാൽ ഓക്കെ ആയിരിക്കും. ജൂഡ് ആയുഷ്മാൻ ഖുറാനയുടെ പടം എടുക്കുന്നതൊക്കെ പ്ലാനിങ്ങിലായിരുന്നു എന്ന് പറഞ്ഞു. അതെന്തായി 2015 ശേഷം അറിയാലോ, ഒരു ഇപ്പോൾ വൈശാഖേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2018 ഇൻഡസ്ട്രിയിൽ അടിച്ചപ്പോൾ വൈശാഖേട്ടൻ എടുത്ത് പറഞ്ഞു, ഇനി മുതൽ നിന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ്. അത്രയും കോള് വരുന്നു, നിനക്ക് അവിടെ നിന്ന് കോള് വരും, അവസാനം നിനക്ക് വട്ടായി പോയിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ നീ മറ്റേ പൊത്ത കിളി പോയി നടക്കും. അതെന്ന് പറഞ്ഞു. ശരിക്കും നടന്ന എനിക്കത് മനസ്സിലായില്ല ആദ്യം പുള്ളി പറഞ്ഞപ്പോൾ. ഞാൻ ഇത് ഇന്ന് മറ്റേ പുലിമുരുകൻ എടുത്താളെന്ന് ഇങ്ങനെ പറയണമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ പുള്ളി പറഞ്ഞത് അച്ചട്ടായിരുന്നു. അതായത് തെലുങ്കിൽ നിന്ന് ചിരഞ്ജീവി സാറിൻ്റെ മാനേജർ വിളിക്കുന്നു, തമിഴിൽ നിന്ന് വിക്രം സാറിൻ്റെ മാനേജർ വിളിക്കുന്നു, ഹിന്ദിയിൽ നിന്നൊരു പ്രൊഡക്ഷൻ ഹൗസ് വിളിക്കുന്നു, തെലുങ്കിൽ തന്നെ വേറെ പ്രൊഡക്ഷൻ ഹൗസ് വിളിക്കുന്നു, തമിഴിൽ നിന്ന് 2 പ്രൊഡക്ഷൻ ഹൗസ് വിളിക്കുന്നു. അപ്പം നമുക്കൊരു
ഓപ്ഷൻ വന്നു. അപ്പോൾ Confusion അതിൽ ഞാൻ ആയുഷ്മാൻ ഖുറാൻ്റെ അടുത്ത് പറഞ്ഞ കഥ ആയുഷ്മാൻ ഖുറാനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൽ ബോളിവുഡ് പടം തന്നെയല്ലേ? ഓക്കെ, പക്ക ഹിന്ദി മൂവി. അപ്പോൾ അതിൽ എനിക്ക് ലാൽ സാറിന് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ എഴുതി ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞതാണ്. പക്ഷേ ഇവർ ചർച്ച ചെയ്ത് ഒരു 6-7 മാസത്തോളം ചർച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചർച്ച ചെയ്തോളൂ, എത്ര വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ നിങ്ങൾ ആദ്യം ഈ പടം കമ്മിറ്റ് ചെയ്യണം, ഇതേപോലെ ലാൽ സാറായിട്ട് കമ്മിറ്റ് ചെയ്യണം, ലാൽ സാർ എൻ്റെ പടത്തിൽ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്കൊരു ഇമെയിൽ അയച്ചു. നമ്മുടെ ടീമിന് ഫുൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് വന്നാൽ മാത്രമേ നമ്മൾ സെക്കൻഡറി കാസ്റ്റിങ്ങിലേക്ക് പോകുള്ളൂ. അപ്പം ഞാൻ അവരെ ഫോൺ ചെയ്തു. ഞാൻ ചോദിച്ചു, നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞത് മോഹൻലാൽ സാറിനെയാണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അതെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആക്ടേഴ്സിലുള്ള ഒരാളെ നിങ്ങൾ സെക്കൻഡറി കാസ്റ്റിംഗ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നിങ്ങളുടെ കൂടെ സിനിമ ചെയ്യാൻ താല്പര്യമില്ല എന്ന് അവർക്കൊരു ഇമെയിൽ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കമ്മിറ്റ് ചെയ്യാം. ഞാൻ പറയില്ല, ഇനി നമ്മൾ തമ്മിൽ ജെല്ലാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു നിയമയുദ്ധമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഇമെയിൽ അയക്കുന്നു. എൻ്റെ വക്കീൽ അങ്ങോട്ടൊരു ഇമെയിൽ അയക്കുന്നു, അവരുടെ വക്കീൽ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഇമെയിൽ അയക്കുന്നു. അവസാനം എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്ത് അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുത്ത് NDA വാങ്ങിച്ചവരുടെ അടുത്ത് നിന്ന് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻറ്റ് ഞാൻ അവരെ കൊണ്ട് സൈൻ ചെയ്യിച്ചു. എൻ്റെ കഥ അവർക്ക് അറിയാമായിരുന്നല്ലോ. പക്ഷേ അത് ഇപ്പം മറ്റൊരു കമ്പനിയായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പടം ചിലപ്പോൾ നടക്കുമായിരിക്കും, അറിയില്ല. ബോളിവുഡ് തന്നെ. പിന്നെ ശിവകാർത്തികേയൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു, അതും ഇതുപോലെ തന്നെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെന്താണ്, നമ്മൾ അതിൻ്റെ ഒന്നും ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. അതെല്ലാം പ്ലാനിങ്ങിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ഈ തുടക്കത്തിൻ്റെ ചെയ്യാനുള്ള റീസൺ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഇത് ഇങ്ങനെ ഒരു പടം പ്ലാനിങ്ങിലുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു പടം പ്ലാനിങ്ങിലുണ്ടായിരുന്നു, MV കേരളി പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ ഇങ്ങനെ 3-4 വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇതാണെങ്കിൽ ഫുൾ കഴിഞ്ഞ ഒരു സ്ക്രിപ്റ്റും ലാൽ സാറിൻ്റെ മകളും ഭയങ്കര കംഫർട്ടബിളായിട്ട് ചെയ്യുന്ന ഒരു ടീമും വന്നപ്പോൾ എന്നാൽ ഞാൻ പിന്നെ ഇത് ചെയ്യാം എന്നെനിക്ക് തോന്നി. കാരണം ഞാൻ പ്ലാൻ ചെയ്ത പടങ്ങളൊന്നുമല്ല ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരു സിനിമ പോലും ഞാനായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. അതായത് ഞാൻ ഈ സിനിമ ചെയ്തേക്കാം എന്ന് കരുതി ഞാൻ വന്നിട്ടേ ഇല്ല. ഓം ശാന്തി അവസാനം മുതൽ, മുത്തശ്ശീകത മുതൽ, സാറാസ് മുതൽ 2018 ഇപ്പോൾ തുടക്കം, ഒരു സിനിമ പോലും ഞാൻ പ്ലാൻ ചെയ്തതല്ല. അത് ഞാൻ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ സിനിമ വന്ന് കയറി ഞാൻ അത് ചെയ്യും. ജൂഡ് പറഞ്ഞ 1 ലൈനിലാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. ഇപ്പം ലാലേട്ടനും അതെ എല്ലാവർക്കും ഫാമിലിക്കും ഒക്കെ. ആ 1 ലൈൻ എന്തായിരുന്നു പറയാൻ പറ്റുക? അത് ഒരു ഫാമിലി, ഒരു നല്ലൊരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തിനെ കുടുംബം എങ്ങനെ നേരിടുന്നു, ഇതാണ് 1 ലൈൻ. ഇത് മറ്റേ ഇതിന്റെ ദൃശ്യത്തിന്റെ 1 ലൈൻ ഏതാണ്ട് ഇതുപോലെ എല്ലാ സിനിമകളുടെയും 1 ലൈൻ അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഒരു കുടുംബ ചിത്രത്തിൻ്റെ 1 ലൈൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഗോഡ് ഫാദറിൻ്റെ 1 ലൈൻ എടുത്താലും, ഞാൻ ഉദ്ദേശിച്ച മലയാളം സിനിമ ഗോഡ് ഫാദറിൻ്റെ 1 ലൈൻ എടുത്താലും ഒരു കുടുംബം, ആ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, അവരതിനെ നേരിടും എന്ന് പറയും. വല്ലാത്ത 1 ലൈൻ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചില്ല? അപ്പോൾ അല്ലല്ല, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞു. ഫുൾ സ്ക്രിപ്റ്റ് പിന്നെ പറഞ്ഞു? അല്ലല്ല, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആനണിച്ചേൻ്റെ അടുത്ത് പോലും പറഞ്ഞത്. അതായത് ഫുൾ സ്ക്രിപ്റ്റ് ആയതിനു ശേഷമാണ് ആനണിച്ചേൻ്റെ അടുത്ത് പറഞ്ഞത്. ശരിക്കും മായ കാണുന്നതിന് മുമ്പ് തന്നെ ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ആനണിച്ചേട്ടനാണ് അതിൽ ചെറിയ സജഷൻ പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ലൊരു ഓഡിയനാണ്. ഒരു തിയേറ്ററിൽ പോയിരുന്ന് കാണുന്ന പോലെ നമ്മളോട് സംസാരിക്കും. അദ്ദേഹം ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ പ്രശ്നങ്ങൾ തോന്നും അതൊക്കെ നമ്മൾ ആദ്യമേ പറയും. എനിക്ക് ഇങ്ങനെ സാധനങ്ങൾ തോന്നി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ആലോചിക്കൂ എന്ന് പറയും. നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് എഴുതി. ലാൽ സാറ് കേട്ടു, ഞാൻ പോയി കഥ പറഞ്ഞു, ഫുൾ കഥ പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനോട് ഇതാരാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു, ഈ കഥാപാത്രം. അപ്പം ഞാൻ അങ്ങോട്ട് വെറുതെ പറഞ്ഞു, എനിക്ക് ലാൽ സാർ ചെയ്താൽ ഓക്കെ ആയിരിക്കും. കാരണം എനിക്കറിയാം ആശീർവാദിൻ്റെ സിനിമകളിലെല്ലാം അദ്ദേഹം ഉണ്ടാവും, എങ്ങനെയെങ്കിലും അദ്ദേഹം ഉണ്ടാവും. അപ്പോൾ ഞാൻ കരുതി അങ്ങനെയാണെങ്കിൽ നല്ല ക്യാരക്ടർ ചെയ്ത് വരാമല്ലോ എന്ന് വെച്ച് ഞാൻ ലാൽ സാറിനോട് സാർ ചെയ്താൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും, സാർ ഞാൻ ചെയ്യാം. അപ്പോൾ സാറ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എന്നെപ്പോലെ ഒരാളുടെ കയ്യിൽ സാറിനെ ഒരു, അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ആദ്യം എത്ര ദിവസം വേണമെന്ന് വെച്ചാൽ ഞാനൊരു 3 ദിവസം എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഞാൻ അനുചേട്ടൻ ഞാൻ അതൊന്ന് പൊലിപ്പിച്ചോട്ടെ, കാരണം സിനിമയെ ബാധിക്കാത്ത രീതിയിൽ, അതായത് തിരക്കഥേനെ ബാധിക്കാത്ത രീതിയിൽ സിനിമ കാണുന്നവർക്ക് അതൊരു മാറി നിൽക്കുന്ന പോലെ തോന്നാത്ത രീതിയിൽ ഞാൻ ഒന്ന് റീവർക്ക് ചെയ്തോട്ടെ, കുറച്ചും കൂടി പൊലിപ്പിച്ചോട്ടെ എന്ന് വെച്ചാൽ ചെയ്തോ മോനെ എന്ന് പറഞ്ഞാൽ പൊലിപ്പിച്ച് ഞാൻ വീണ്ടും പോയി പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമായി. ഞാൻ പറഞ്ഞു എനിക്ക് 6 ദിവസം വേണം. അങ്ങനെ 6 ദിവസം വരാമെന്ന് സമ്മതിച്ചു. എന്നാൽ പടത്തിൽ ഷൂട്ട് ചെയ്തു. 6 ദിവസം അദ്ദേഹം പടത്തിലുണ്ട്. ഒരു 10 മിനിറ്റോളം സിനിമയിലുണ്ട്. 10 മിനിറ്റോളം ലാലേട്ടനുണ്ട്. ലാലേട്ടൻ ഇങ്ങോട്ട് വിളിച്ച് മോനെ എനിക്കിതിൽ റോളുണ്ടോ എന്ന് ചോദിച്ചെന്നാണ് അദ്ദേഹം തമാശ പറയുന്നതാണ്. അതായത് ലാൽ സാർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കഥ പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് ആനണിച്ചേട്ടൻ പറഞ്ഞത് ആശീർവാദിൻ്റെ എല്ലാ സിനിമകളിലും ലാൽ സാറിൻ്റെ ഒരു മുഖമെങ്കിലും ഉണ്ടാവും, അപ്പോൾ ഒരു പാസിംഗ് ഷോട്ടിലെങ്കിലും വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്.
അപ്പോൾ ലാൽ സാറാണ് എന്നോട് ചോദിച്ചത് ഈ സിനിമയുടെ പ്രിവ്യൂ സിനിമയുടെ ഔട്ട്പുട്ട് ഫുൾ പടം ഫൈനൽ ഔട്ട് കണ്ടതിന് ശേഷം ലാൽ സാർ എന്നോട് ചോദിച്ചു മോനെ ഒരു സീൻ കൂടി എനിക്ക് തരാഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അത്രയും ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ആ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞ അടുത്ത പടത്തിൽ കുറച്ചും കൂടി തരാം. അപ്പോൾ ഈ ക്യാരക്ടർ ആർക്കാ വെച്ചിരുന്നത്? ലാലേട്ടൻ അല്ലായിരുന്നെങ്കിൽ? ഇല്ല, ഇതിൽ വേറെ ആരെയും നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ എഴുതുമ്പോഴും അങ്ങനെ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഓം ശാന്തി ഓശാനയുടെ വൺലൈൻ ആയതിനു ശേഷമാണ് നിവിനെ അടുത്ത് കഥ പറയുന്നത്. പിന്നെ നമ്മൾ അവനെ വെച്ചിട്ടാണ് എഴുതിയത്. ബാക്കി അങ്ങനെ ഒരാളെ മനസ്സിൽ കണ്ട് എഴുതിയത്. മുത്തശ്ശി കഥയിൽ ഞാൻ ആരെയും മനസ്സിൽ കണ്ടിട്ടല്ല എഴുതിയത്. ഒരു എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ആരെ വെക്കണം തീരുമാനിച്ചത്. സാറാസിലും ഞാൻ ഈ പറഞ്ഞ ആരെ കാസ്റ്റ് ചെയ്യണം, നസ്രിയെ വെക്കണോ അന്നാബിനെ വെക്കണോ വേറെ ആരെല്ലാം വെക്കണോ എന്നൊക്കെ കൺഫ്യൂഷനാണ് ഞാൻ എഴുതിയത്. 2012 ഒരു മുഖമില്ല. ശരിക്കും ടോവിനോ എന്നെ സപ്പോർട്ട് ചെയ്തു. ഞാൻ പോയി കഥ പറഞ്ഞപ്പോൾ ടോവി എൻ്റെ കൂടെ നിന്നു. അതുകൊണ്ട് ടോവിയുടെ ക്യാരക്ടർ മാത്രം എനിക്ക് ഫിക്സ് ആയിരുന്നു. ബാക്കി ആരൊക്കെ വരുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ അങ്ങ് എഴുതി വിട്ടു. അതിനുശേഷമാണ് എല്ലാവരും വന്നത്. എന്ന് പറഞ്ഞ പോലെ തുടക്കത്തിൽ മായ പോലും വന്നത് ഫുൾ സ്ക്രിപ്റ്റിന് ശേഷമാണ്. അതിനുശേഷം മായയുടെ അച്ഛനായിട്ട് ആരഭിനയിക്കും എന്ന് ആലോചിച്ച് കുറേ ഓപ്ഷനൊക്കെ എടുത്തിട്ടാണ് അവസാനം സായിച്ചേട്ടനിലേക്ക് എത്തിയത്. അത് സായിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചില്ല അങ്ങനത്തെ ഒരു. അതിനുശേഷം വേറെ കുറേ ആൾക്കാരൊക്കെ ആലോചിച്ചിട്ട് അവസാനം എനിക്ക് മനസ്സിലായത് ഭയങ്കര റിസ്ക് എടുക്കണ്ട, ഏറ്റവും നല്ല ആക്ടറെ തന്നെ വെക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ വെച്ചു. പിന്നെ മനോജ് കെ ജയനുണ്ട്, അദ്ദേഹമുണ്ട്. അങ്ങനെ എല്ലാവരെയും പിന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ലാൽ സാർ അല്ലെങ്കിൽ ആരെന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചില്ല. ഞാൻ കഥ പറഞ്ഞ സമയത്ത് ലാൽ സാർ ചോദിച്ചു ഇതാരെ ചെയ്യുന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു നന്നായിരിക്കും എന്ന് പറഞ്ഞു സമ്മതിച്ചു. വിസ്മയ മോഹൻലാൽ കുറിച്ച് പറഞ്ഞു തരുമോ ഞങ്ങൾക്ക്? വിസ്മയ മോഹൻലാൽ ഇപ്പം ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് അന്നാണ് എനിക്ക് ലാൽ സാറിനെ അടുത്ത് കിട്ടുന്നത്. 32 ദിവസം എന്തോ ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും 2014 ഓം ശാന്തി ഓശാന ഇറങ്ങിയതിന് ശേഷം സന്തോഷ് കോട്ടായി എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ലാൽ സാറിനെ പറ്റിയ കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് അലക്സ് കുര്യൻ നമ്മുടെ കൺട്രോളർ എന്നെ ഒരു ദിവസം വിളിച്ചു പറഞ്ഞു സോഫിയ ചേച്ചിയുടെ ഒരു പടമുണ്ട് ലാൽ സാറിനെ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എന്നോട്. അപ്പം ഞാൻ ആ സമയത്ത് ഓൾറെഡി ശാന്താമുരളി എന്ന് പറഞ്ഞു അനന്ത വിഷൻ ബാനറിൻ്റെ നീ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ അത് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്കൊരു പടം കമ്മിറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു സിനിമയിൽ അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇത് ലാൽ സാറിൻ്റെ പടമാണ്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് വാക്കാണ് വലുതെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തില്ല. അപ്പം അതിനുശേഷമാണ് ഈ സന്തോഷ് കോട്ടായി അദ്ദേഹം വരുന്നതും കഥയുണ്ടോന്ന് ചോദിക്കുന്നു. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് പത്മരാജൻ്റെ ജീവിതകഥ ഒരു പയ്യൻ എന്നോട് വന്ന് പറഞ്ഞ് അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേണൊക്കെ ഉണ്ട്. ജീവിതകഥയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് അവൻ എഴുതിയൊരു സ്ക്രിപ്റ്റായിരുന്നു, ഗംഭീര സാധനം വരുന്നത്. അപ്പോൾ അത് ഞാൻ ലാൽ സാറിനോട് പോയി പറയാൻ തീരുമാനിച്ചു. ആനന്ദിച്ചനോട് പറഞ്ഞു. അപ്പോൾ ആനന്ദിച്ചൻ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ പ്രിൻ്റ് എടുത്ത് നേരത്തെ വരെയുള്ള ലാൽ സാറിൻ്റെ വീട്ടിൽ കൊണ്ടു കൊടുത്തു. ലാൽ സാറിന് അന്നാണ് ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. കൊണ്ടേ കൊടുത്തു. അപ്പോൾ ലാൽ സാർ പറഞ്ഞു കുറേ നാൾക്ക് ശേഷമാണ് ഒരു സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടുന്നത്, മോനെ വായിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അതിനുശേഷം 1-2 മാസം കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് വായിച്ചെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ കാണുന്നത് ഓം ശാന്തി ഓശാനയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നു. അത് കോട്ടയത്ത് വെച്ച് നടക്കുന്നു. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് വാങ്ങാൻ ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ലാൽ സാർ അവിടെ ഉണ്ട് സ്റ്റേജിൽ ഓൾറെഡി. ഞാൻ ആദ്യം അങ്ങോട്ട് പോകണ വഴിക്കാൻ ചോദിച്ചു എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു മോനെ പോയി അവാർഡ് വാങ്ങിക്കുക ആദ്യം. അങ്ങനെ ഞാൻ അവാർഡ് വാങ്ങിച്ച് ഞാൻ ഇറങ്ങി കുറച്ചാളെ പാനടിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു മോനെ അത് വർക്കായില്ല, ആ സ്ക്രിപ്റ്റ് നമുക്ക് വർക്കായില്ല എന്ന് വിട്ടു. അതിനുശേഷം ഞാൻ പിന്നെയും മറ്റൊരു കഥയുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോഴും കഥ അവർക്ക് വർക്കായില്ല. പിന്നെ വെളിപാട് ബോസിൽ അഭിനയിക്കുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ കുറേ നേരം സംസാരിക്കാനൊക്കെ പറ്റിയപ്പോൾ ഞാൻ ചോദിച്ചു ലാലേട്ടൻ എങ്ങനെയാണ് ലാലേട്ടൻ. അപ്പോൾ ഈ അജു എന്നോട് ഇങ്ങനെ കൊതിപ്പിച്ചിട്ടുണ്ട് തന്നെ പെരിച്ചാഴി ലൊക്കേഷൻ, പെരിച്ചാഴി ലാലേട്ടനോട് ഭയങ്കര കമ്പനിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ലാലേട്ടനോട് എങ്ങനെയും കമ്പനിയാണോ. അപ്പം ഞാൻ അവസാനം പുള്ളി മൈൻഡ് ചെയ്യുന്നില്ല, കാരണം ഒരുപാട് പേരുണ്ട്. ഞാൻ അങ്ങോട്ട് നിന്ന് ചോദിച്ച അവസാനം എങ്ങനെ ഇത് കമ്പനി ആക്കാൻ പറ്റില്ല ലാലേട്ടൻ, എന്താണ് ഒരു വഴി മോനെ, അത് സംഭവിക്കുന്നതല്ലേ, അങ്ങനെ നമ്മൾ മനഃപൂർവ്വം. അപ്പോൾ അന്ന് ഞാൻ ഒരു 30 ദിവസത്തോളം അദ്ദേഹത്തിനെ പല ദൂരെ നിന്നും അടുത്തുനിന്നൊക്കെ കണ്ട് സംസാരിച്ച്. അപ്പോൾ അന്ന് ഞാൻ പറയായിരുന്നു എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ എല്ലാ മലയാളികളും ഒരു ദിവസമെങ്കിലും ലാലേട്ടൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം, കാരണം അത്രയും പോസിറ്റീവ് എനർജിയാണ്, അതിൽ ടെൻഷനില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ആർക്കും കയറ്റാനും പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഒരു കുറ്റം പറഞ്ഞു അദ്ദേഹം അത് കേട്ട് നിൽക്കില്ല. ഒരാളെ കുറിച്ചും അങ്ങനെ ഒരു മോശം പറയുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര, നമ്മൾ പറയില്ലേ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഒരു കുറച്ച് പോസിറ്റിവിറ്റി നമുക്കും കിട്ടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മായ. വിസ്മയുടെ അടുത്ത് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ എത്ര പരിചയമില്ലാത്ത ഒരാൾക്കും മായനോട് ഭയങ്കര ബഹുമാനം തോന്നും. കാരണം മായയുടെ ഒരു
കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി അവകാശമുള്ളതാണ്. അത് എല്ലാവർക്കും, അത് മനുഷ്യനായാലും മൃഗമായാലും പക്ഷിയായാലും വൃക്ഷങ്ങളായാലും എല്ലാവർക്കും ഈക്വൽ അവകാശമുള്ളതാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം, എല്ലാവർക്കും ഒരേപോലെ ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു കുട്ടിയാണ്. അത് മാത്രമല്ല എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്. ഇപ്പം നമ്മളോട് ഒരാളോട് ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്താൽ പോലും നമുക്ക് അയാളോട് ചിലപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നും. മായയ്ക്ക് അതുപോലും ഇല്ല. അതായത് അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഭയങ്കര വണ്ടറായിരുന്നു എങ്ങനെയാണ് ഇവരെ ഇങ്ങനെ വളർത്തിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ എനിക്ക് 2 കുട്ടികളാണല്ലോ. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും ഞാനൊക്കെ എന്തൊരു തന്തയാണ് വളർത്താൻ അറിഞ്ഞുകൂടാ. അതായത് അത് ഭയങ്കര ഒരു കഴിവാണ്. ഈ പാരന്റിങ് ശരിക്കും പറയുകയാണെങ്കിൽ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കേണ്ട ഒരു സാധനമാണ് പാരന്റിങ് എന്നാണ് എൻ്റെ അഭിപ്രായം. ആക്ടറും പറയുകയാണെങ്കിൽ മലയാളം പക്ക DNA. അതായത് ഞാൻ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, ഇപ്പം നമ്മളെല്ലാ സിനിമയ്ക്കും മുമ്പും നമ്മുടെ മനസ്സിൽ ഒരാൾ വേണമല്ലോ. നസ്രിയ അഭിനയിക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം നസ്രിയ ഇഷ്ടംപോലെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നസ്രിയനെ നമുക്ക് കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നസ്രിയ അഭിനയിക്കുമോ എന്നുള്ള ചോദ്യമോ ഇല്ല. അതുകൊണ്ട് എനിക്കൊന്നും നോക്കണ്ട, നേരെ നസ്രിയ ഒരു പടമുണ്ട്, ഇതാണ് ഓംശാന്തി കഥ പറയുന്നത്, നസ്രിയ ഒന്ന് അഭിനയിക്കുന്നു. പക്ഷെ ഇതെനിക്കറിയില്ല വിസ്മയ എത്രമാത്രം അഭിനയിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരു വർക്ക്ഷോപ്പ് പോലെ വെക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയും ഞാനും ആനന്ദ് ചേട്ടനും മായയും ആശിഷും പിന്നെ ആദിത്യ ലക്ഷ്മി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച കുട്ടിയുണ്ട്. ആ കുട്ടിയും കൂടി വന്നു. അപ്പം ഞാൻ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ കൊടുത്തു, ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും. അപ്പം 3 പേരും കൂടി അങ്ങനെ ചെയ്ത് അഭിനയിച്ചു. അപ്പം അതിൽ ഞാൻ മലയാളം വേണ്ട എന്തെങ്കിലും പറഞ്ഞോ എന്ന് പറഞ്ഞ സമയത്ത് മായ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മലയാളം വിട്ടപ്പോൾ ഗംഭീര പെർഫോമൻസ്. അപ്പം അതിൽ എന്തോ ഒരു സാധനം കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് മായ കൈ നിട്ടത് അത്. അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ കാണിച്ച സാധനം ഒന്നും കൂടി ഒന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അത് എന്തായിരുന്നു ചേട്ടാ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ലാപ്ടോപ്പിലുണ്ട് എൻ്റെ, ഞാൻ കാണിച്ചു കൊടുത്തു ഇതാണ്. മായ്ക്കത് ഓർമ്മയില്ല. അപ്പം ഞാൻ ഇതിന് മുമ്പ് ലാലേട്ടൻ്റെ ഭാഗത്ത് ഞാൻ ഏതൊരു ഇൻ്റർവ്യൂവിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ലാലേട്ടനെ ഒരു സാധനം കാണിച്ചിട്ടത് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇത് DNA തന്നെ കറക്റ്റ് എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പടം തുടങ്ങി. പല സീനുകളും നമ്മൾ പറയുന്നതിൻ്റെ മേളിൽ ചെയ്യും മായ. നമ്മൾ പറയുകയാണ് ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് നമ്മുടെ ഇമോഷൻ, നമ്മളിങ്ങനെ വന്നിട്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മായ അതിനും ചില സമയത്ത് മേളിൽ ചെയ്യും. ആ സമയം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഉള്ള സമയമായിരിക്കും. കോൺഫിഡൻസ് കുറച്ച് കുറയുമ്പോൾ പടത്തിന് എന്താണ് ആവശ്യമുള്ളത് നമ്മൾ പറയുന്ന പോലെ തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മായ ഒരു ബോൺ ആക്ട്രസ്സാണ്. എന്തെങ്കിലും അവൾ ഉടനെ തന്നെ മായ എനിക്ക് തോന്നുന്നു സമീപ ഭാവിയിൽ തന്നെ മലയാളം ഗംഭീരമായിട്ട് ചെയ്യും. കാരണം ഞാൻ ഓൾറെഡി മലയാളം പഠിക്കാനുള്ള പല വഴികളും പറഞ്ഞു കൊടുത്തു. പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു 2 മാസം 3 മാസം കൊണ്ട് മലയാളം പഠിക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള മലയാളം നന്നായിട്ട് സംസാരിക്കും കുട്ടി. എന്താ സംഭവം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. ഞാൻ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്. അപ്പോൾ എൻ്റെ അടുത്തൊരു ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഞാൻ ആദ്യം മലയാളത്തിൽ ചിന്തിക്കും, എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് ആകും. എന്ന് പറയുന്ന പോലെ മായയ്ക്ക് അറിയാവുന്ന ഭാഷ തമിഴും ഇംഗ്ലീഷുമാണ് അവൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഭാഷകൾ. തമിഴും അറിയാം. അപ്പോൾ സംസാരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഇംഗ്ലീഷിലായിരിക്കും തിങ്ക് ചെയ്യുന്നത്, അതിന് ശേഷമായിരിക്കും അതിൻ്റെ മലയാളം വാക്ക് എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പക്ഷേ ഇതൊന്നുമല്ലാതെ വെറുതെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മലയാളവും ഇംഗ്ലീഷും മിക്സ് ചെയ്ത് വൃത്തിയായിട്ട് പറയും. അപ്പോൾ ഒരു ദിവസം അതെല്ലാം ഒന്ന് ഓക്കെ ആയി എടുത്താൽ ഗംഭീരമായിരിക്കും. ലാലേട്ടനും സുചിത്ര മാമും ഒരു സുപ്രധാന കോൺട്രിബ്യൂഷൻ സ്ക്രിപ്റ്റിൽ വരുത്തിയിട്ടുണ്ട്. സ്ക്രിപ്റ്റില് മെയിൻ സാധനങ്ങളാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അതിനൊരു ഭംഗി പോകും. ചേച്ചി ഭയങ്കര ഒരു ക്രിട്ടിക്കാണ്. അത് ഇപ്പം ഞാൻ വലിയ സിനിമ ചെയ്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ 5 പടം ചെയ്തിട്ടുണ്ടെന്നോ അന്നൊന്നും ചേച്ചി നോക്കാറില്ല. ഞാൻ പറയുന്ന ഒരു കാര്യം ഭയങ്കര മണ്ടത്തരമാണെങ്കിൽ അപ്പം തന്നെ പറയും അയ്യേ കൊള്ളൂല അയ്യേ. അപ്പം ഞാൻ ചേച്ചി കുറച്ചേരം ഞാൻ കുറച്ച് വിഷമമാവും എനിക്ക്, എന്താണ് ഇങ്ങനെ. അപ്പം ഞാനിത് ആലോചിക്കും ചേച്ചിക്ക് അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ്. ഇപ്പം എൻ്റെ കഥ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു സീൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ചേച്ചിക്കൊന്നും കിട്ടാനില്ല. അപ്പം ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ചിട്ട് ഞാൻ ചേച്ചി വിളിക്കും. ചേച്ചി പറഞ്ഞാൽ ശരിയാണ്, എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്, മാറ്റാം എന്ന് പറഞ്ഞു. അതായത് എൻ്റെ അടുത്തൊക്കെ എൻ്റെ കൂട്ടുകാരങ്ങനെ പറയാറുണ്ട്. അമ്മമാർ പിന്നെ എന്നെ അറിയാലോ, അമ്മമാർ പറയണം പന്ന സാധനമാണ് നീ കൊണ്ട് കളയെന്ന് പറയും. അതേ സാധനത്തിൽ ചേച്ചി പറയും. അപ്പോൾ എനിക്കത് ആദ്യമൊക്കെ എനിക്ക് ചേടാ ഇങ്ങനെ പറയണത്. പക്ഷേ ചേച്ചി ഭയങ്കര പക്കയായിരുന്നു. എനിക്ക് അന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ ഓർക്കുമ്പോൾ കറക്റ്റായിരുന്നു. അതുപോലെ ലാൽ സാറ് നമ്മുടെ പടത്തിൻ്റെ ഫുൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞ ശേഷം ഒരു തന്നെ വിളിച്ചു, ഫോണിൽ വിളിച്ചു, മോനെ നമ്മുടെ ആ സീനില്ല അതിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ പടത്തിന് ഗുണമാവില്ലേ. അപ്പം ഞാനത് ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഒരു സാധനം. ഞാൻ പറഞ്ഞു സാറ് ഇത് ഗംഭീരമാണല്ലോ. ഓക്കെ മോനെ അപ്പോൾ ഓക്കെ ഞാൻ വിളിക്കാം നമ്മൾ കട്ട് ചെയ്തിട്ട്. അപ്പം ഞാൻ അത് അതൊക്കെ മേജർ സാധനങ്ങളായിരുന്നു. ഒരു പടത്തിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന സാധനങ്ങളായിരുന്നു. ഇപ്പോൾ ലാലേട്ടനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ
ഇപ്പൊ ജൂഡ് ഭയങ്കരമായിട്ട് ലാലേട്ടനായിട്ട് കമ്പനി ആണെന്ന് ആഗ്രഹിച്ചിരുന്ന ആളാണ്, പക്ഷെ അങ്ങോട്ട് ഒരിക്കലും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങോട്ട് എപ്പോഴും വിളിച്ചിട്ടില്ല. ഇങ്ങോട്ടുള്ള വിളി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഈ വിളി വരുന്നത് അല്ലേ? ഞാൻ ആക്ച്വലി ഞാൻ പറയുകയും ചെയ്തു, ലാലേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഡയലോഗ് ലാലേട്ട എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഞാനായിട്ട് അങ്ങോട്ട് ഒരിക്കലും മെസ്സേജ് അയക്കുകയോ ശല്യപ്പെടുത്തുകയോ വിളിക്കുകയോ ചെയ്യില്ല, എന്നെ ഇങ്ങോട്ട് വിളിക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. എന്നെ വിളിക്കുകയും ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ മാനിഫെസ്റ്റ് ചെയ്തതല്ല, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം ഞാൻ ഇൻഡസ്ട്രി വന്നിട്ട് 10 വർഷത്തിന് മേളിലായിട്ട് ഞാൻ ഇതുവരെ നമ്പർ പോലും വാങ്ങിച്ചില്ല. എനിക്ക് നമ്പർ തരുമെന്ന് ചോദിച്ചിട്ടില്ല, ഞാൻ സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ലാൽ സാർ തന്നെയാണ് എൻ്റെ നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അത് വലിയ സംഭവമൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര കാത്തിരുന്ന കാര്യം. അല്ല, അന്ന് കമ്പനി ആവണമെന്ന് ആഗ്രഹിച്ചു, ലാലേട്ടനോട് ചോദിച്ചു എങ്ങനെ കമ്പനി ആവുക. ലാൽ സാറായിട്ട് അങ്ങനെ പെട്ടെന്നൊന്നും മാർഗം കമ്പനി ആകാൻ പറ്റില്ല. അല്ലല്ല, ഒരിക്കലും അത് കമ്പനിയൊന്നുമല്ല. പക്ഷേ എന്താ പറയുക, ഒരു എന്താ പറയുക, ലാൽ സാറിന് എന്നെ ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഭയങ്കര കമ്പനിയൊന്നും ആയിട്ടില്ല. അദ്ദേഹമായിട്ട് കമ്പനി ആവാൻ എന്താ പറയുക, അങ്ങനെ പെട്ടെന്ന് ആർക്കും പറ്റില്ല. ഇത് ഒരു വേവ് ലെങ്ത് വേണം. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലാൽ സാറിനെ കാണുന്നത് ഒരു വലിയ എന്താണ് പറയുക, വലിയൊരു ലെജൻഡായിട്ട്. അപ്പോൾ എനിക്ക് അധികം അങ്ങോട്ട് ഫ്രീഡം എടുക്കാൻ തോന്നില്ല, എൻ്റർ ചെയ്യാൻ തോന്നില്ല. അപ്പം ഞാൻ ലാൽ സാർ ഇങ്ങോട്ട് കുറേ തമാശയൊക്കെ പറയുമ്പോഴും ഞാൻ ഈ അതിന് കൗണ്ടറൊന്നും പറയാതെ ചിലപ്പോൾ ഞാൻ ബ്ലാങ്കായി പോകും. കാരണം ഇനി അത് പറഞ്ഞതിൻ്റെ പേരിൽ ഓക്കെ, നമ്മളൊരു തുടക്കം റൗണ്ടിലേക്ക് പോകുമ്പോൾ ഓക്കെ, തുടക്കത്തിലെ ജൂഡും തുടക്കം പടത്തിലെത്തിയിരിക്കുന്ന ജൂഡും തമ്മിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് മാറ്റം എന്ന് പറയണം? ആസ് എ മേക്കർ എങ്ങനെ മാറി? ആസ് എ മേക്കർ ഞാൻ ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് പടത്തിൽ എനിക്ക് ആ സിനിമ എങ്ങനെ മേക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെ ആ സിനിമ ഏറ്റവും വൃത്തിയാക്കാം. അപ്പോൾ ഓം ശാന്തി ഓശാനയുടെ മേക്കിങ്ങിന് വേണ്ടി മാത്രം ഞാൻ കുറേ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പടത്തിൽ ഇച്ചിരി തലക്കനം വന്നു, എന്താ പറയുക, ഞാനൊരു സംഭവമാണെന്ന് സ്വയം തോന്നി. ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റാണ് ഞാൻ ഷൂട്ട് ചെയ്തത്, മുത്തച്ഛ കഥ എന്നുള്ള പടം. അപ്പോൾ അതിൽ ഞാൻ കാര്യമായിട്ട് പണിയെടുത്തിട്ടില്ല. അതിൻ്റെ ഞാൻ ശരിക്കും അനുഭവിക്കുകയും ചെയ്തു. ഞാൻ ബ്ലോക്ക് ബസ്റ്റർ അടിക്കുന്നൊക്കെ വിചാരിച്ച് അഹങ്കരിച്ചിരുന്ന സമയത്ത് ഒരു ആവറേജ് ഹിറ്റിൽ ഒതുങ്ങി. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ പ്രിയൻ സാറിനെ പോയി കണ്ടു. കാരണം ഒരു ബന്ധമില്ല പ്രിയൻ സാറായിട്ട്. ഞാൻ പ്രിയൻ സാറിനെ വെറുതെ വിളിച്ചു. സാറ് പറഞ്ഞു, ഞാൻ സാർ ഇങ്ങനെ ഇന്ന ആളാണ്, സാർ എനിക്കറിയാം, എനിക്ക് സാറിനെ കാണണം എന്ന് പറഞ്ഞു. ഞാൻ പ്രിയൻ സാറിനെയാണ് ശരിക്കും മലയാള സിനിമയിൽ ഒരുപാട് എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ, എൻ്റെ ഒരു ഏജിൽ ആ പ്രായത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്തത് അദ്ദേഹമാണ്. ഒരു കമേഴ്ഷ്യൽ ഫിലിം മേക്കിംഗ് എന്താണെന്ന് നമ്മൾ കാണിച്ചെന്ന ആളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു, ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. സാറ് എന്താണ് സാറേ, ഇങ്ങനെ പടം ഞാൻ വിചാരിച്ച പോലെ പോയില്ല, എനിക്ക് ഭയങ്കര വിഷമം വരുന്നു, എനിക്കൊരു ഐഡിയ ഇല്ല എന്ത് ചെയ്യണമെന്നും. സാറിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മിഥുനം അത്ര വലിയ സംഭവം ഒന്നും ആയിരുന്നില്ല തിയേറ്ററിൽ, വന്ദനം തിയേറ്ററിൽ അങ്ങനെ സംഭവം ഒന്നും ആയിരുന്നില്ല. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലെ വിഷമിച്ചിരുന്നെങ്കിൽ പിന്നെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മൾ ചെയ്ത സിനിമ ഇഷ്ടപ്പെടണം. അതിപ്പോൾ മോശമായാലും ഓടിയില്ലെങ്കിലും നമ്മുടെ സിനിമ നമുക്ക് ഇഷ്ടപ്പെടണം. പിന്നെ അദ്ദേഹം അന്ന് എനിക്ക് തന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നമ്മളെക്കാളും കഴിവുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യാവൂ. എന്നാൽ മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നമ്മളൊരിക്കലും നമുക്ക് പരിചയമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരായതുകൊണ്ടോ ഒരിക്കലും ടെക്നീഷ്യൻസിനെ വെക്കരുത്. ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ കണ്ടുപിടിക്കണം. അത് ഞാൻ അന്ന് തന്നെ എഴുതി വെച്ചു. അതിനുശേഷം എന്നിലുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ ഞാൻ സാറാസ് ചെയ്യുന്ന സമയത്ത് നിമിഷിനെ പോലെ ഒരു DOP എനിക്ക് കിട്ടി. നിമിഷിൽ ശരിക്കും എന്നെക്കാളും എത്രയോ വയസ്സിന് ഇളയതായിരുന്നു നിമിഷ്. പക്ഷേ അവനിൽ നിന്ന് ഒരുപാട് പഠിച്ചു ഞാൻ. ഈ മേക്കിംഗ് അല്ല, ഒരു ഫിലിമിൻ്റെ മൊത്തത്തിലുള്ള ലുക്ക് ആൻഡ് ഫീൽ മാറുന്നത് എങ്ങനെയാണ്. അത് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, പക്ഷേ അതിൽ ചെറിയ കറക്ഷൻ വരുത്തിയാൽ ബെറ്റർ ആവും. അടുത്ത പടം ഞാൻ ചെയ്യുന്ന സമയത്ത് മണിച്ചേട്ടൻ, ആർട്ട് ഡയറക്ടർ മണിച്ചേട്ടൻ 2018 ഉണ്ടായിരുന്നു. അഖിൽ ജോർജ് ക്യാമറമാൻ ഉണ്ടായിരുന്നു. ചമൻ ചാക്കോ, അങ്ങനെ നോബിൻ പോൾ, വിഷ്ണു ഗോവിന്ദ്, ഇവരെല്ലാം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ ചെയ്യുന്ന രീതികൾ എങ്ങനെയൊക്കെയാണ്. ഇപ്പം ചമൻ്റെ കൂടെ എഡിറ്റിന് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ചൊക്കെ ബോധം കിട്ടും. അത് ചമൻ എന്താണ് ചെയ്യാൻ പോകുന്നുള്ള ഐഡിയ നമുക്ക് കിട്ടും. നമ്മൾ കുറച്ച് സെൻസിൽ വരും. ഇപ്പോൾ ഇതിൽ ചമൻ കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു കളഞ്ഞു. എനിക്കറിയാം അത് പറയുമെന്ന്. അതിങ്ങനെ സിനിമ കാണുന്ന സമയത്ത് ഇങ്ങനെ എടാ അത് കളഞ്ഞേക്ക്, അത് വേണ്ട, ചമൻ കറക്റ്റ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈ അറ്റാച്ച്മെന്റ് ഇല്ല ഇപ്പം സിനിമയോട്. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു, എല്ലാ സീനും വെക്കണം, എല്ലാം ഗംഭീരമാണെന്നൊക്കെ സ്വയം തോന്നുമായിരുന്നു. ഇപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും ഞാൻ ഫസ്റ്റ് കട്ട് കാണുമ്പോഴും സെക്കൻഡ് കട്ട് കാണുമ്പോഴും ഫൈനൽ കട്ട് കാണുമ്പോഴൊക്കെ ഞാൻ വേറെ ആളായിട്ടാണ് കാണുന്നത്. അപ്പം അതെനിക്ക് ഫസ്റ്റ് പടത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ സിനിമകൾ ചെയ്യാൻ പറ്റും, നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല 2012 പോലെ സിനിമ ഞാൻ ചെയ്യുന്നു.
എനിക്കതിന് ഇൻസ്പിറേഷൻ തന്നത് ഞാൻ 2012 അനൗൺസ് ചെയ്തു. എല്ലാവരും എന്നെ വെല്ലുവിളിച്ചു വരുന്നു. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു ഫേസ്ബുക്കിൽ ഒരാൾ എഴുതിയൊരു ആർട്ടിക്കിളാണ്. ചെർണോബിൽ എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് കണ്ടിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് കണ്ടു. അത് ഗംഭീര പരിപാടിയാണ്. മലയാളത്തിൽ 2403 ഫീറ്റ് എന്നായിരുന്നു അന്ന് ഞാൻ അനൗൺസ് ചെയ്ത പേര്. അപ്പോൾ അത് അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ. ജൂഡിന് ഇതൊരു അവസരമാണ്. ഇതുപോലെ ലൈഫിൽ തൊടുന്ന ഇമോഷൻസ് ഉള്ള ഒരു സിനിമയായിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ഇതൊരു കിട്ടുന്ന വലിയ അവസരമാണെന്നൊക്കെ പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ആരോ എഴുതി. ഞാൻ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എടാ ഇത് എനിക്ക് പോലും ഇങ്ങനെ തോന്നിയില്ലല്ലോ, ഒരു വേറൊരാൾക്ക് ഇത് തോന്നിയില്ല, എനിക്കിത് അവസരമാണെന്ന് തോന്നുന്നില്ലല്ലോ. പിന്നെ ഞാൻ അന്ന് മുതൽ നല്ല പണിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേക്കും, ഇരുന്ന് എഴുതും, കുറേ സിനിമകൾ. ഞാൻ അന്ന് പറഞ്ഞ പോലെ അതിൽ ഞാൻ നല്ല പണിയെടുത്തു. ആ പണിയെടുത്തിട്ട് ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോകുമ്പോൾ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. കാരണം ഇത്രയും ജോലി ചെയ്തിട്ട് ഈ സിനിമ മിനിമം ഇൻഡസ്ട്രി ടിക്കറ്റ് അടിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജോലി, ആ മൂഡിലാണ് ഞാൻ സിനിമ കാണുന്നത്. അതുകൊണ്ട് ഇത് ഇൻഡസ്ട്രി ടിക്കറ്റ് അടിക്കുമ്പോഴും നിങ്ങൾ വിശ്വസിക്കില്ല, എൻ്റെ ആ വീഡിയോ ഇപ്പോഴും ഉണ്ട്. ഞാൻ തലേ ദിവസം വേണു സാറിന്, എൻ്റെ പ്രൊഡ്യൂസർക്ക് തലേ ദിവസം ഈ സിനിമ റിലീസാകുന്ന തലേ ദിവസം ഞാനൊരു വീഡിയോ മെസ്സേജാണ് അയച്ചത്. ഞാൻ ഫോൺ വെച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഞാൻ അയച്ച മെസ്സേജ് എങ്ങനെയാണ്, സാർ ഈ സിനിമയിൽ സാറ് എൻ്റെ അടുത്ത് ഒരു ദേവദൂതനെ പോലെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ഈ സിനിമ സാറില്ലെങ്കിൽ സംഭവിക്കില്ല. താങ്ക് യു സോ മച്ച്. നാളെ ഉച്ച കഴിഞ്ഞാൽ സാറിനെ സന്തോഷിക്കാം. ഈ സിനിമ മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറും. ഇത് ഓസ്കാറിലേക്ക് പോകും. ലോകം അറിയപ്പെടുന്ന ഒരു വലിയ സിനിമയായിരിക്കും. സാറിന് എല്ലാ കാലത്തും അഭിമാനിക്കുന്ന സിനിമയാണെന്നൊക്കെ പറഞ്ഞ് വീഡിയോ മെസ്സേജ് അയച്ചു. സാർ തംസപ്പ് അയച്ചു. അത് വിചാരിച്ചു ഇവന് വട്ടായിട്ട്. പക്ഷേ അതെല്ലാം സംഭവിച്ചു. കാരണം എന്താ പറയുക, നമ്മൾ ഒരു എക്സാമിന് വേണ്ടി ഫുൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ എന്നിട്ട് വെല്ലുവിളിക്കുകയും ചെയ്തു. ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറയും ഇതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടുപിടിക്കുന്നവരെ ഞാൻ അസിനേറ്റർ ആക്കാം എന്നവരെ വെല്ലുവിളിച്ചു. എന്നിട്ടും അതിനകത്ത് കണ്ടുപിടിച്ചു. അത് എനിക്ക് സത്യം പറഞ്ഞ ബോധം പോയില്ല. അത് മിസ്റ്റേക്ക് അല്ല. അത് വാട്സപ്പിൽ അത് ലാസ്റ്റ് സിദ്ദീഖ് സാറിൻ്റെ ക്യാരക്ടർ വാട്സപ്പിൽ ഒരു വോയിസ് നോട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും 1x 2x എന്ന് പറഞ്ഞ സാധനം വരുന്നുണ്ട്. അത് ആക്ച്വലി 2018 സമയത്ത് ഇല്ലായിരുന്നു. അത് ഒരു താളം കണ്ടുപിടിച്ചു. സാർ അന്ന് അതില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ അത് ഇങ്ങനെ സംഭവമായി പോയി. അസിനേറ്റർ അവൻ മെസ്സേജ് അയച്ചു. പക്ഷെ അവൻ അസിനേറ്റർ ആവണ്ട, അവൻ വേറെ എവിടെ ജോലി ചെയ്യുന്നത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് അയച്ചതാണ്. ചെറിയ പടമാണ് 100% ചെറിയ പടമാണ്. ജിത്തു ജോസഫിന്റെ ഒരു പറച്ചിൽ പോലെയാണ്. അതല്ല, ഇത് അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് പണം കണ്ടാൽ പറയും ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ അങ്ങനെ വെറുതെ പറയുന്നതല്ല. ഇതിനകത്തൊരു ആക്ഷൻ മൂവി അല്ല. അത് 100% ആക്ഷൻ മൂവി അല്ല. ആക്ഷൻ ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിനകത്ത് ചിലപ്പോൾ ചില സ്ഥലത്ത് ഒരു ഇടി വേണ്ടി വരും. അങ്ങനെ ഒരു ഇടിയുണ്ട്. ആക്ഷൻ മൂവി എന്ന് പറഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ ആക്ഷൻ, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കഥ പറയും, പിന്നെ ആക്ഷൻ, കഥ പറയും. അങ്ങനെയല്ല. ഇതിൽ കഥ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആക്ഷനുണ്ട്. അതായത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ മാർഷൽ ആർട്സ് പരിപാടിയൊന്നുമല്ല. മൊയ്ത്തായി പഠിച്ച മായ വരുന്നു, പടത്തിൽ വന്ന് എല്ലാവരും ഇടിച്ചിടുന്നു. ലാലേട്ടൻ വന്ന് എല്ലാവരും ഇടിച്ച് പറയുന്നു. ആരോ ഞാൻ കണ്ടു ഒരു ട്രെയിലർ ഒരുത്തൻ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. അതായത് പ്രശ്നം, അച്ഛൻ വീൽ ചെയറിൽ മോള് വരുന്നു, അങ്ങനെ ഇവർ രണ്ടുപേരും പെട്ടുപോകുന്ന സമയത്ത് ലാലേട്ടൻ വരുന്നു, ഇടിച്ച് പരത്തുന്നു. അങ്ങനെ ഒന്നൊരു പരിപാടിയില്ല. അങ്ങനെ ഒരു മൊമെൻറ്റും ഇല്ല. ഇത് ഇൻ ആൻഡ് ഔട്ട് മീനു എന്നുള്ള ഒരു കഥാപാത്രത്തിൻ്റെ മാത്രം സിനിമയാണ്. ആ കഥാപാത്രം എങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നു എന്നുള്ള സിനിമയാണ്. ലാലേട്ടൻ അതിനകത്തൊരു ഗസ്റ്റ് പോലെ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും ലാലേട്ടൻ്റെ പടമല്ല. ഈ പടം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ലാലേട്ടൻ കൊണ്ടുപോയെന്ന് ആരും പറയില്ല. ഇത് കംപ്ലീറ്റ് മീനു എന്നുള്ള ക്യാരക്ടറിൻ്റെ പടമാണ്. ഫീമെയിൽ ഓഡിയൻസിനായിരിക്കും ഇത് സിനിമ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് കരുതി മറ്റാർക്ക് ഇഷ്ടപ്പെടുന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് ചിലപ്പോൾ ഇത് കുറച്ചും കൂടി ഇഷ്ടപ്പെടും. ഇപ്പം ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഓം ശാന്തി ഓശാനയുടെ എന്താ പറയുക പുണ്യം ഇപ്പോഴും അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. എവിടെ പോയാലും ഞാൻ 2012 ചെയ്ത് ഞാൻ ഓസ്കാറിന് വരെ പോയിട്ടും അവിടെ അമേരിക്കയിൽ പോലും എന്നോട് ഒരു അമ്മ ഓടി വന്നിട്ട് മോനെ ഓം ശാന്തി ഓശാൻ അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ പൊന്നമ്മ ഞാൻ ഇപ്പോൾ 2012 ചെയ്തോളൂ. നല്ലതാ. പക്ഷേ എനിക്ക് ഓം ശാന്തി ഓശാനെ കൂടുതൽ ഇഷ്ടം. വേറെ സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല. അത് നമ്മുടെ ശരണ്യ എന്നൊരു ആക്ട്രസ് ഉണ്ടല്ലോ, ആനവാല മോതിരത്തിലൊക്കെ അഭിനയിച്ച മാം. അപ്പോൾ അവർ തമിഴിലാണ് കൂടുതലും. അപ്പോൾ അവർ ആ സമയത്ത് ജ്യോതികയുടെ ഏതൊരു പടം മൂന്നാർ എന്തോണ് ഷൂട്ട്. അപ്പോൾ അവരുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പം കുപ്രസിദ്ധ പയ്യനിൽ അഭിനയിക്കുന്ന സമയത്ത് എന്തോ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ ഇൻ്റർവ്യൂ അവർ ഭയങ്കര സംസാരമൊക്കെ ഭയങ്കര രസമാണ്. ഞാൻ ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ഇൻ്റർവ്യൂ. കൊള്ളാലോ എന്ന് അന്ന് വൈകുന്നേരം എനിക്ക് ഫ്ലൈറ്റ് ഉണ്ട് ചെന്നൈക്ക്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ കണ്ട് ഞാൻ ഫുഡൊക്കെ അടിച്ച് നേരെ എൻ്റെ വീടിനടുത്താണ് എയർപോർട്ട്. അപ്പോൾ ഞാൻ അവിടേക്ക് ചെന്ന എയർപോർട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇവർ ലോഞ്ചിലുണ്ട്.
അപ്പം ശരണി മാമാണ്. അപ്പം ഞാൻ ചേട്ടാ എനിക്ക് ഇവരെ പരിചയപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. ഞാൻ പറഞ്ഞു മാം നമസ്കാരം. അപ്പം എൻ്റെ പേര് ജൂഡ് എന്നാണ്. ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചു. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഫിലിം ഡയറക്ടർ, മലയാളം ഡയറക്ടറാണ്. ഏത് പടം സാർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓം ശാന്തി ഓശാന. ലിറ്ററലി ഇവർ ഇങ്ങനെ കാണിച്ചിട്ട് എൻ്റെ ദൈവമേ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർ ഫോൺ എടുത്ത് മോളെ വിളിക്കുകയാണ്. ഞാൻ ഒരാൾക്ക് കൊടുക്കാം, ഞാൻ ഫോൺ കൊടുക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു. മോളാണെങ്കിൽ അമ്മയും ഞാനും എല്ലാ ആഴ്ചയിലും ഇരുന്ന് കാണുന്ന സിനിമയാണ്. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരികയാണ്. അതായത് ഞാൻ എന്നിട്ട് ജ്യോതിക മാം ആ വഴി പോകണ്ടായി. അപ്പോൾ മാം വിളിച്ചിട്ട് ജ്യോതി വാ ജോ ഇവിടെ വാ, ഇത് മനസ്സിലായോ ആരാണെന്ന് മനസ്സിലായി. അപ്പം ജ്യോതിക പടം കണ്ടിട്ടുണ്ടായില്ല. അവൻ ആരാണ്? ഓം ശാന്തി ഓശാനായിട്ടാണ്. ഞാൻ കണ്ടിട്ടില്ല. പോയി. പക്ഷെ എന്നിട്ട് ഞാൻ നസ്രയെ വിളിച്ചു. ഞാൻ പറയാം വിശ്വസിക്കില്ല, അതായത് ഇങ്ങനെ സംഭവം ഉണ്ടായി, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞു. ചേട്ടാ ഈ പടം ഭയങ്കര എന്ന് പറഞ്ഞ പോലെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് സ്ത്രീ ഫീമെയിൽ ഓഡിയൻസിന് ആ സിനിമ ഭയങ്കര കണക്റ്റായി. അവർക്ക് ഇപ്പോൾ വിസ്മയം ലാലേട്ടനൊക്കെ ഓശാനെ പറ്റി എന്തെങ്കിലും പറഞ്ഞ ആനന്ദ ചേട്ടനും ലാൽ സാറിനും മായയ്ക്കും ചേച്ചിക്ക് എല്ലാവർക്കും ആ പടം ഭയങ്കര ഇഷ്ടമാണ്. ഓം ശാന്തി ഓശാന എൻ്റെ അടുത്ത് ആനന്ദ ചേട്ടൻ ഞാൻ പണ്ട് കഥകൾ പറയുന്ന സമയത്ത് ഓരോ കഥ ഞാൻ പറയുമല്ലോ അപ്പോൾ ആ കഥ കേട്ടിട്ട് പുള്ളി ഇങ്ങനെ മോനെ ഓം ശാന്തി ഓശാനെ പോലൊരു വലിയൊരു നല്ലൊരു സിനിമ എടുത്ത ഒരാളല്ലേ നിങ്ങൾ, ഇതാണോ അടുത്ത അല്ല ഞാൻ അശ്വ അപ്പോൾ എന്ന് പറയുന്ന പോലെ അത് കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള റീസൺ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ ആലോചിക്കും എന്താണ് അതിനകത്ത് ഇത്ര വലിയ മാജിക് ഉള്ളതെന്ന് തോന്നും. പക്ഷേ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല അവർ ചിലപ്പോൾ ഈ സിനിമയെ കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഫീമെയിൽ ഓഡിയൻസിന് തുടക്കം ചിലപ്പോൾ ഭയങ്കര കുറച്ചും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലാലേട്ടൻ ആസ് എ ഫാദർ മൂമെന്റ്സ് കാണാൻ പറ്റുമോ ഡയറക്റ്റ് ചെയ്തപ്പോൾ? പിന്നെ 100%. അതായത് എന്താ പറയുക, നമുക്ക് കണ്ണുകളിൽ കാണാമല്ലോ. അദ്ദേഹം ഒരിക്കലും അത് പ്രകടിപ്പിക്കില്ല. പക്ഷെ ഞാനൊരു ഫാദറാണ്. അപ്പം എനിക്ക് എൻ്റെ പെൺകുട്ടികൾ ഏറ്റവും വലുതാണ്. അപ്പോൾ അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ വേറൊരു ജോലിയിലായാലും നമ്മുടെ ശ്രദ്ധ അവിടെ ഉണ്ടാവുമല്ലോ. എന്താ കുട്ടി ചെയ്യുന്നത്, കുട്ടിയുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ. അപ്പോൾ ഇദ്ദേഹം ലൊക്കേഷനിൽ വരുന്നു, ഫസ്റ്റ് ടേക്ക് പോകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം ഓക്കെ. പക്ഷെ എന്നിട്ടും ഞാൻ നോക്കുമ്പോൾ മായയുടെ അടുത്ത് അങ്ങനെ പറയുമെങ്കിലും ചില സമയത്തൊക്കെ ഇപ്പം നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം എൻ്റെ മുഖത്തായിരിക്കും നോക്കുന്നത് ഇങ്ങനെ. അതായത് എന്താണ് പറഞ്ഞ് കൊടുക്കൊണ്ടിരിക്കുന്നത്. മായ അങ്ങോട്ട് മാറുവാണെങ്കിൽ ഇടയ്ക്ക് ലുക്കൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ അതായത് അദ്ദേഹം എനിക്കറിയാം, ഞാനൊരു അച്ഛനായതുകൊണ്ട് ഭയങ്കര ഒരു എന്താ പറയുക സ്നേഹമുള്ളൊരു അച്ഛൻ. അത് അല്ലെങ്കിൽ ഒരു പരിപാടിക്കും അദ്ദേഹത്തിന് ഇത്രയും പ്രാവശ്യം ഒന്നും വന്നിരിക്കാറില്ല. കാരണം ലാൽ സാറ് മായനെ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ ലൊക്കേഷനിലൊക്കെ വന്ന് കുറേ നേരം അദ്ദേഹത്തിന് ഷൂട്ടില്ലാത്ത സമയത്തും അവിടെ ഇരിക്കും മായയുടെ ആക്ടിങ് കാണാനായിട്ട്. പിന്നെ അവസാനത്തിടെ ലാൽ സാറിൻ്റെ അവസാനത്തെ പോർഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് അദ്ദേഹം വളരെ എല്ലാവരും ആ സമയത്ത് ചില സമയത്ത് ഈ ഡയറക്ടറായിട്ട് നിൽക്കുന്ന ആ സമയത്ത് വിളിക്കുന്ന വാക്കായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ. അപ്പോൾ അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞ് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പടത്തിൻ്റെ ഫസ്റ്റ് കട്ട് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കറിയാലോ ഈ കണ്ണുകളിൽ സന്തോഷം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മളോടത് പറഞ്ഞില്ലെങ്കിലും അങ്ങനെ വിട്ട് പറയാൻ പറ്റില്ല, കാരണം പടത്തിൻ്റെ ഫസ്റ്റ് കട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അച്ഛൻ സന്തോഷിക്കേണ്ടത് എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി. അത് ഭയങ്കര പടത്തിൻ്റെ ഫുൾ ഫൈനൽ ഔട്ട് കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ചേച്ചിയും ചേട്ടനും ഭയങ്കര ഹാപ്പിയാണ്. നോക്കുമ്പോൾ ഒരു ലെജൻഡും ഒരു ഫസ്റ്റ് ടൈമറും ആണ്. പക്ഷെ വിസ്മയ്ക്ക് അച്ഛനാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി കൂളായിരുന്നോ? ഇല്ല, വിസ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലായിരുന്നു. അവരെല്ലാ ദിവസം കാണുന്ന ആൾക്കാരല്ലേ, അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആദ്യം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിലുള്ള ഞാൻ ആ സമയത്ത് പുറത്തെന്തുമായിരുന്നു. അപ്പോൾ ഈ സെറ്റിലുള്ളവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഫുൾ സൈലൻസ് ഒക്കെ പറഞ്ഞ് ലാൽ സാറ് പോരും എന്നൊക്കെ പറഞ്ഞ് മായയുടെ അടുത്ത് ഈ അസിസ്റ്റന്റർമാരുണ്ട്, അവർ ചെന്നത് അച്ഛനോട് അഭിനയിക്കാൻ പോലെ എന്നൊക്കെ സെറ്റിലുള്ള ആൾക്കാർ. അപ്പോൾ മായയ്ക്ക് അതാണ് പെട്ടെന്ന് ഒരു ടെൻഷനായത്. അപ്പോൾ ഞാൻ പറഞ്ഞു മായതൊന്നും നോ വറീസ്, അതൊന്നും പ്രശ്നമല്ല, എത്ര ഡേക്കോണിൽ കൊടുത്തോ എനിക്ക് കുഴപ്പമില്ല. ലാൽ സാർ ഒന്ന് പറഞ്ഞു നമ്മൾ മൈൻഡ് ചെയ്യണ്ട, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 2 ഷോട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർ ഓക്കെ, പിന്നെ പടപാന്ന് തമാശയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അടിപൊളി. ജൂഡ് എപ്പോഴും ഈ പ്രൊഡ്യൂസറോട് മാക്സ് ആണ് പറയാൻ കേട്ടിട്ടുണ്ട്. അതായത് ഈ പടം നമുക്ക് ഇത്ര OTTക്ക് ഇത്ര കിട്ടും, മറ്റേ സാറ്റലൈറ്റിന് ഇത്ര കിട്ടും, അങ്ങനെ തന്നെയാണ് പറയാറ്. ഇതിലങ്ങനെ പറയേണ്ടി വന്നില്ല. കാരണം ഞാൻ ആനന്ദ ചേട്ടനോട് ചോദിച്ചു, ആനന്ദ ചേട്ടാ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ടോ, എത്ര വരെ പോകാം ബഡ്ജറ്റ്? പറഞ്ഞ മോനെ അങ്ങനെ ബഡ്ജറ്റിനൊന്നും നോക്കണ്ട, നമുക്ക് ഈ സിനിമ വൃത്തിയായിട്ട് ഷൂട്ട് ചെയ്യാം.
അല്ലാതെ ഇത് ഭയങ്കര ഹെവി ബഡ്ജറ്റിലേക്ക് അങ്ങനെ പോവാം അങ്ങനത്തെ പടമല്ല, ഇത് ചെറിയ പടമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പരിപാടി ഇതിൽ സംസാരം ഉണ്ടായിട്ടില്ല. ഇതിലിങ്ങനെ സാറ്റിൽ അങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഓക്കെ. പക്ഷേ 2018 ഞാൻ വേണു സാറിനോട്, കാരണം വേണു സാറിൻ്റെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കാര്യം കൺവിൻസ് ആവണം. കൺവിൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൂടെ നിൽക്കും. ഓക്കെ. അപ്പോൾ വേണു സാർ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. വേണു സാറിനോട് ചോദിച്ചു, ജൂഡൻ്റെ മനസ്സിൽ ഈ സിനിമ സാറ്റലൈറ്റ് OTT ഒക്കെ ആയിട്ട് എത്ര കിട്ടും, അത് അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. അത് എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് ധാരണ ഉള്ള ആളാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അപ്പോൾ അന്ന് 23 രൂപയായിരുന്നു ബഡ്ജറ്റ് ഇട്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഒരു 15 രൂപയൊക്കെയാണ് OTT ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഒരു 6 രൂപ 7 രൂപയൊക്കെയാണ് സാറ്റലൈറ്റ് പ്രതീക്ഷിക്കുന്നത്, പടത്തിൻ്റെ ബഡ്ജറ്റ് ഓൾമോസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു അത്രയൊന്നും കിട്ടില്ല ചൂട്, കാരണം ഇത് പഴയ കാലമൊന്നുമല്ല, വാല്യൂ കുറവാണ്. ഞാൻ പറഞ്ഞു സാർ അതാണ് എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം സോണി ലൈവ് 14 രൂപയ്ക്കാണ് OTT വാങ്ങിച്ചത്, 6 രൂപയ്ക്കാണ് ഏഷ്യാനെറ്റ് പടം എടുത്തത്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചിരുന്ന അതിലേക്ക് വന്നു. നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, കാരണം ഞാൻ സാറാസ് എന്നുള്ള സിനിമ ഞാൻ തന്നെയാണ് ബിസിനസ് സംസാരിച്ചത്. അനന്താവേഷൻ ശാന്ത ചേച്ചിയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തോളം ചൂട് തന്നെ സംസാരിച്ചത്. അപ്പം ഞാൻ ആമസോൺ പ്രൈമിൻ്റെ അടുത്ത് ഞാനാണ് സംസാരിച്ചത്, മഴൽ മനോരുടെ അടുത്ത് ഞാൻ തന്നെ സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഓൾറെഡി അങ്ങനെയുള്ള ടോക്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ കഴിവല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാവില്ല. ഒരു പടത്തിൻ്റെ ഇത്രയൊക്കെ ചോദിക്കാം, ഇത്ര ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ഭയങ്കര സംഭവമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ OTT ബിസിനസ് കഴിഞ്ഞു എന്ന് ഞാൻ കേട്ടു. ഇത് ശരിക്കും ഞാൻ ആനടിച്ചനോട് ചോദിച്ചില്ല, കാരണം ഞാൻ അതിലേക്ക് പോകേണ്ട വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനത്തെ ഒരു സംസാരത്തിലേക്കൊന്നും പോയിട്ടില്ല. കാരണം ആനന്ദചേട്ടൻ ഒരിക്കലും എന്നെ വിളിച്ച് ചോദിക്കാറില്ല എന്തായി നമ്മുടെ പടത്തിൻ്റെ ഫൈനൽ ഔട്ട് കഴിഞ്ഞോ, എഡിറ്റിംഗ് കഴിഞ്ഞോ ഒന്നും ചോദിക്കാറില്ല. അപ്പോൾ ബിസിനസ് നമ്മളും ചോദിക്കാറില്ല. ബിസിനസ് അദ്ദേഹത്തിൻ്റെ ഏരിയയാണ്, നമ്മളെന്തിനാ. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും. ആനന്ദചേട്ടനോട് ചോദിക്കുകയാണ് മോനെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാമെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അദ്ദേഹത്തിന് അതറിയാം, വ്യക്തമായിട്ട് അറിയുന്ന ജോലിയാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അഭിനയിക്കുന്ന പരിപാടികളുണ്ടോ പുതിയത്? അഭിനയം എന്ന് പറഞ്ഞാൽ 2018 ഷൂട്ടിൻ്റെ സമയത്ത് 2022 മെയ്യിലാണ് പടം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നെ കുറേ പടത്തിൽ വിളിച്ചു. 2022 മെയ് മുതൽ 2022 നവംബർ വരെയായിരുന്നു പടത്തിൻ്റെ ഷൂട്ട്. അത് ഏതിനു ശേഷം കുറേ പടത്തിന് വിളിച്ചേ? അതല്ല, ഞാൻ പറഞ്ഞു എന്നെ വിളിക്കാറുണ്ട്. അല്ലെങ്കിലും ആ സമയത്തൊക്കെ മിക്കവാറും എല്ലാ മാസം ഒരു 1-2 പടത്തിൽ ഞാൻ എന്നെ വിളിക്കാറുണ്ട്, അഭിനയിക്കാൻ വിളിക്കാറുണ്ട്. അതിന് മുമ്പ് വരെ. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഇതിലായിരിക്കും, ഷൂട്ടിലായിരിക്കും. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ചേട്ടാ ഞാൻ ഇല്ല ചേട്ടാന്ന് പറയും. അപ്പോൾ വിളിക്കുന്ന കൺട്രോളറായിരിക്കും വിളിക്കുന്നത് ആദ്യം. അപ്പോൾ ചേട്ടാ 2 ദിവസം ഉള്ളൂ ചേട്ടാ, ചേട്ടൻ ചെയ്താൽ ഗംഭീരമായിരിക്കും. ഞാൻ ചേട്ടാ ഇല്ല ചേട്ടാ ഞാൻ പടത്തിൻ്റെ ഷൂട്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ലൊക്കേഷൻ കണ്ടില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമായ ചർച്ചയിലായിരിക്കും. അപ്പോൾ ഞാൻ ചേട്ടാ ഞാൻ ഇല്ല എന്നൊന്ന് കട്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ റൈറ്ററോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജറോ വിളിക്കും വീണ്ടും, ചേട്ടൻ ചെയ്ത് നന്നായിരിക്കും ചേട്ടാ. അപ്പം എനിക്ക് ഇറിറ്റേഷൻ ആവും. ഞാൻ പറഞ്ഞു ചേട്ടാ പറഞ്ഞതല്ലേ, ഞാൻ ഇല്ല, ഞാൻ എൻ്റെ പടത്തിൻ്റെ വർക്കിലാണ്. മൂന്നാമത് ചിലപ്പോൾ വിളിക്കുന്നവൻ എൻ്റെ വായന്ന് കേൾക്കും, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, കട്ട് ചെയ്യും. ഞാൻ ഇങ്ങനെ ഒരു 3-4 പടങ്ങൾ ഞാൻ ഈ രീതിയിൽ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഞാൻ ഇല്ല പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ. ഞാൻ അത് ചിലപ്പോൾ നല്ലോണം പാട്ടായി കാണും, അയാൾ അഭിനയം നിർത്തി, പിന്നെ ഒരു കുഞ്ഞ് വിളിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം എനിക്കോട് മന്ദാകിനി എന്നുള്ള സിനിമയിൽ വിളിച്ചു. ഇപ്പോൾ കോസ്മിക് സാംസ് എന്നുള്ള സിനിമയിൽ ഞാൻ ലാസ്റ്റ് ചെയ്തു ഇപ്പോൾ നമ്മുടെ പടത്തിൻ്റെ ഷൂട്ടിന് ശേഷം. അതായത് എനിക്ക് അഭിനയം ഇഷ്ടമാണ്, പക്ഷേ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമേനെ സ്നേഹിച്ചാലാണ് നമ്മളിലേക്ക് സിനിമ എത്തുള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. ഇപ്പോൾ നമ്മളെ അന്വേഷിച്ച് വരുന്ന ഒരു കഥാപാത്രം വരുമ്പോൾ അവർ നമ്മളെ അത്രയും വിശ്വസിച്ചിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ അതിന് പോയി കഴിഞ്ഞാൽ ഡയറക്ഷനും നടക്കില്ല. അവന് ആരാണ് അവൻ, അതായത് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുന്നു. അപ്പോൾ ഒരുത്തിനെ വിളിക്കുമ്പോൾ അവൻ അഹങ്കാരം, ആരും ഞാനാണ് വിളിക്കൂ, അഭിനയിക്കാൻ റെഡിയാണ്. അല്ല അങ്ങനെ ഞാൻ ആരോടും ഒന്നും ചോദിക്കുന്നില്ല. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ ഗംഭീര ആക്ടറൊന്നുമല്ല, പക്ഷേ ഞാൻ അഭിനയിച്ച കൊള്ളാമെന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകും. ഇപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു മോശം ആക്ടറാണെന്നാണ് എൻ്റെ പൊതുവെ ധാരണ. ഞാൻ കായംകുളം കൊച്ചുണ്ണി അല്ലെങ്കിൽ പ്രേമം, എബിർ ഷൈൻജാൻ്റെ പടം, ബേസിലിൻ്റെ പടം, അങ്ങനെ വളരെ കുറച്ച് സിനിമകളിലാണ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ഈ ഡയറക്ടർമാരുടെ പറയുന്ന പോലെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ബാക്കി സിനിമകളിലൊക്കെ അവരെന്നെ വിശ്വസിച്ചിട്ടാണ് അഭിനയിച്ചോ എന്ന് പറഞ്ഞാൽ ഞാൻ കുളമാക്കി മറ്റേ ഓവർ ആക്ടിങ് ഒക്കെ ചെയ്ത് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഡയറക്ടറുടെ അടുത്ത് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് നല്ലൊരു മേക്കറുടെ കയ്യിൽ അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പം തുടക്കം ഗംഭീരമാവട്ടെ. താങ്ക് യു. വിചാരിച്ച പോലെ ചെറിയ പടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഹിറ്റ് ഉറപ്പാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഹിറ്റ് ഉറപ്പാ. അത് എത്രത്തോളം ഹിറ്റ് ആകുമെന്ന് എനിക്കറിയില്ല, അത് നോക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഹിറ്റ് ഉറപ്പിക്കുന്നത് എങ്ങനെയാ? അല്ല, അത് ആക്ച്വലി ഞാനൊരു പടം കാണുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പടത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കും. നമ്മൾ ഒരു സിനിമയുടെ മിക്സിംഗ് ഒക്കെ സമയത്ത് നമ്മൾ ആ സിനിമയിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ ആ സിനിമേനെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരാളായിരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ, ഞാൻ എത്രയോ തവണ കണ്ട സിനിമയാണ് ഇത്, തുടക്കം എന്നുള്ള സിനിമ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആണ്. ഇങ്ങനെ ഒരു കഥ പറച്ചിലൊരു സ്റ്റൈലുണ്ട്, അത് വെച്ചിട്ട് നമ്മളിങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കാം.
സെക്കൻഡ് ഹാഫിൽ കുറച്ച് കാര്യമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിക്കും. അതിന് ഒരു സൊല്യൂഷനുണ്ട്. ഓക്കെ. ആ സൊല്യൂഷൻ്റെ ഒരു പോയിന്റിൽ എനിക്കൊരു തരിപ്പ് കിട്ടി. അപ്പം ഞാൻ തന്നെ എഴുതി, ഞാൻ തന്നെ ഷൂട്ട് ചെയ്തിട്ട്, ഞാൻ തന്നെ എത്രയോ തവണ കണ്ട പടത്തിന് എനിക്ക് കിട്ടുന്ന, അത് ഞാൻ മനഃപൂർവ്വം കിട്ടുന്നതല്ല, അത് അറിയാതെ അത് കാണുമ്പോൾ ഒരു ചെറിയ തരിപ്പ്. അപ്പം ഞാൻ ഈ തരിപ്പിൻ്റെ ഒരു 3 ഇരട്ടി ഒരു ആൾക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഹിറ്റാവും. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. അടിപൊളി.